ഹായ്, അപ്പോൾ നമുക്ക് കക്കത്തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. ഹായ് ഗേൾസ്, അപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു. അത് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പുറത്ത് കിഴങ്ങാണ് കേട്ടോ ഇരിക്കുന്നത്. കിഴങ്ങ് അവിക്കാനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും കുറച്ച് കരിയാപ്പില ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അത് കഴിഞ്ഞ് വൈകുന്നേരം കറിയുണ്ട്. വൈകുന്നേരത്തേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കറിയും കരുവാട് പൊരിച്ചതുമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് തോരനാക്കാമെന്നാണ് ആദ്യം കരുതിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ചത് കറിയാക്കാം. അങ്ങനെ അവസാനം വെച്ച് വന്നപ്പോൾ ഇതൊരു കറിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് എന്തായിരുന്നു കറിയെന്നും എന്തൊക്കെയാണ് കഴിക്കാനുണ്ടായിരുന്നതെന്നൊക്കെ ഒന്ന് കമൻ്റാക്കി പറയണേ. അപ്പോൾ ഇതുവരെ ഞാൻ എല്ലാം ഷോർട്ട് വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് 1 മിനിറ്റിന് താഴെ മതിയല്ലോ, അല്ലെങ്കിൽ 60 സെക്കൻഡ് അല്ലേ. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇത് അങ്ങനെ ഒരു വീഡിയോ ആക്കി ഇടുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിൽ നമുക്ക് ആവശ്യമായ പൊടികൾ മസാലകളെല്ലാം ചേർക്കാം. ഞാനിവിടെ പിള്ളേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇതെല്ലാം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ചൂടായി വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിന് വെള്ളവും വീഴ്ത്തി ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ച് അതും ചേർക്കുന്നുണ്ട്. അതും ചേർത്തിട്ടാണ് അടച്ചു വെച്ച് വേവിച്ച് നല്ലതുപോലെ വറ്റി വരുമ്പോഴത്തേക്കിന് കുറച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വയ്ക്കുന്നത്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നെ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളേ. ടാറ്റ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതിൻ്റെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്.